ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടൻ ചായയാണ് ഇന്ന് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പൈക്കോ ഉള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് എടുത്താണ് കേട്ടോ. പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലൊക്കെ വന്ന് ചിലപ്പോൾ റൗണ്ട്സ് ചെയ്യും കേട്ടോ. അപ്പോൾ അക്ഷയ വന്നൊന്ന് എടുത്താണ്. ഈ സമയം കൊണ്ട് നമ്മുടെ പാല് നന്നായി തിളച്ചപ്പോൾ ഞാനത് മാറ്റി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാൽ ചായ നേരത്തെ വെച്ച് ഏട്ടൻ കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാനിത്തിരി കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അതിനതൊക്കെ ഒന്ന് ആറ്റിയെടുത്ത് പിന്നെ നോക്കുമ്പോഴത്തേന് നല്ല വിശപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ പാല് വാങ്ങിയിട്ട് വരുമ്പോൾ തന്നെ ഏട്ടനോട് ബിസ്ക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ട് ചായ കുടിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈക്കും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉള്ളിലൊക്കെ രാവിലെ നേരം ഇങ്ങനെ വരും, അത് കഴിഞ്ഞ് കുറച്ച് നിൽക്കും, പിന്നെ അവിടെ കിടന്നുറങ്ങും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. റൗലി വെളിയിൽ പോയിരിക്കണം തോന്നുന്നു, പൈക്കോ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അതിന് ശേഷം പിന്നെ നമ്മൾ പതിവ് പോലെ നമ്മൾക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെള്ളമൊക്കെ ഒഴിച്ച്, വെള്ളമല്ല പച്ചക്കറിയൊക്കെ വഴറ്റിയെടുത്ത്, അപ്പോൾ നമ്മൾ സേമിയ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം സേമിയൊക്കെ ഒന്ന് കൊട്ടിച്ച് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അശ്വിൻ ചെറിയ കുട്ടിയാണ്, ഇതിലും നല്ല ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവൻ എപ്പോഴും പറയാറുണ്ട്, അമ്മ വെള്ള നൂഡിൽസ് ഉണ്ടാക്കി തരുമോ, വെള്ള നൂഡിൽസ് ഉണ്ടാക്കി തരുമോ പറയും. അപ്പോൾ അവനെ ഒന്നുമില്ല ഇങ്ങനെ സേമിയ ഉപ്മാവ്, ഇല്ലെങ്കിൽ നമ്മൾ നൂലിപ്പിട്ട് ഉണ്ടാക്കില്ലേ, അത് നമ്മൾ കടുക് തളിച്ച് കൊടുക്കില്ലേ, അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വെള്ള നൂഡിൽസ് എന്നാണ് കേട്ടോ അവൻ ചെറുതായിരിക്കുമ്പോൾ പറയാറുള്ളത്. അങ്ങനെ ഞാൻ ഈ സമയം കൊണ്ട് നമ്മൾ ഉപ്മാവൊക്കെ റെഡിയായിട്ട് ഞാനത് അടച്ച് വെച്ചതിന് ശേഷം വന്നിട്ട് മിറ്റം ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ സമയം നോക്കുമ്പോണ്ട് കുറേ ആയിട്ടോ നമ്മൾ ഈ ചെടി വെച്ചിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ പൂത്തിരിക്കുന്നു കേട്ടോ, ഉള്ളിത്തണ്ട് പോലെ ഇരിക്കും കേട്ടോ. അതിൽ നല്ല രസമുള്ള പൂ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഓർക്കിഡ് കേട്ടോ, ഓർക്കിഡാണ് എന്താ ശരിക്കും പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. അതും നമ്മൾ ഒന്നിച്ച് വെച്ചതായിരുന്നു. പിന്നെ ഇപ്രാവശ്യം നമ്മളതെല്ലാം മാറ്റി വെച്ചപ്പോൾ അതിൽ ഓരോന്നായിട്ട് മൂവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തന്നേരാം കേട്ടോ. മഴ പെയ്തപ്പോൾ എന്താ പറയുക, ചെടികൾക്കൊക്കെ നല്ല ഉഷാറായിട്ട് വാടി നിന്നതൊക്കെ നല്ല ഉഷാറാവുകയും ചെയ്തു. അതെല്ലാം പൂത്ത് തുടങ്ങാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ വെളിയിൽ അടുക്കളയും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോൾ സ്കൂൾ ലീവായ കാരണം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഈ പണികളൊക്കെ ഒന്ന് ഒരുക്കി വെക്കുന്നത്. അങ്ങനെ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ഏട്ടനും കൂടെ ഭക്ഷണം കഴിക്കണം കേട്ടോ. എന്താ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് 8:15 ആകുമ്പോഴേക്കും തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. രാവിലെ എണീച്ചപ്പോൾ തന്നെ വിശപ്പ് തോന്നി. അപ്പോൾ വേഗം തന്നെ ഉപ്മാവ് റെഡിയാക്കിയിട്ട് ഞാനും ഏട്ടനും കഴിക്കുകയാണ്. അക്ഷയ കഴിച്ചിട്ടില്ല കേട്ടോ, അക്ഷയ കഴിച്ചിട്ടില്ല, അശ്വിൻ എണീറ്റിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളോട് കഴിച്ചോളാൻ പറഞ്ഞു, അവർക്ക് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനും ഏട്ടനും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ചില ദിവസം അങ്ങനെയാണ് കേട്ടോ, ചിലപ്പോൾ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നേരത്തെ കഴിക്കും, ചിലപ്പോൾ എന്താവും അത് ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ എണീറ്റതും വേഗം തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വേഗം തന്നെ കൈയോടെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തു ഒരടുപ്പിൽ. പിന്നെ ഒരടുപ്പിൽ നമ്മൾ കുറച്ച് പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് റെഡിയാകുന്ന നേരം കൊണ്ട് നമ്മൾ ഉച്ചക്കലേക്കുള്ള വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് മുരിങ്ങക്കായ ഉണ്ട്, കഴിഞ്ഞു കേട്ടോ നമ്മുടെ മുരിങ്ങക്കായ. അപ്പോൾ അത് 2-3 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് വെച്ചാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ നന്നായി തിളച്ചു. അതുപോലെ നമ്മുടെ ഗ്യാസല്ല പരിപ്പ് നന്നായി വെന്തു കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അക്ഷയ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കണം പറഞ്ഞിട്ട് അതിൻ്റെ പരിപാടി ചെയ്യാനായിട്ടാ. അപ്പോൾ അവർക്ക് രണ്ടാക്കും സേമിയ ഉപ്മാവ് വേണ്ട, നൂഡിൽസ് മതി പറഞ്ഞ കാര്യം ഞാൻ ഒരു പാക്കറ്റ് നൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരി എന്നാൽ അത് ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ചു കേട്ടോ. രാവിലെ നേരം ഇങ്ങനെ നൂഡിൽസ് ഒന്നും കഴിക്കാറില്ല, പക്ഷേ ഇന്ന് അവർക്ക് വേണം പറഞ്ഞപ്പോൾ അത് അക്ഷയ തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്, നന്നായി വെന്ത് കുഴഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കുറച്ച് പരിപ്പ് മാറ്റി വെച്ച് കൊടുത്തു. ബാക്കിയുള്ള പരിപ്പിലേക്ക് നമ്മൾ മുരിങ്ങക്കായും 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 5-6 ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന്
വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തടുപ്പിൽ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് കൊടുത്ത് നന്നായി പൊട്ടിയതിലേക്ക് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കൊത്തവരയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഒരു കുഞ്ഞ് 2 ബീട്രൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മുടെ കൊത്തവരയ്ക്കും കൂടെ ചേർത്തിട്ട് അങ്ങനെ വെക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചെയ്യുമ്പോഴും കുറച്ചും കൂടെ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൊത്തവരയ്ക്കും കൂടെ ചേർത്തു. അങ്ങനെ കൊത്തവരയ്ക്കൊന്നും ഇതിൻ്റെ കൂടെ ചെയ്തിട്ട് വെക്കാറൊന്നുമില്ല കേട്ടോ. ഇന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഉപ്പേരി വെക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൂട്ടാൻ തിളച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മുറിയല്ല കേട്ടോ, ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മുരിങ്ങക്കായും തക്കാളി എല്ലാം കൂടെ നന്നായി തന്നെ വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴും തന്നെ നന്നായി തന്നെ തിളച്ചിട്ട് നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ മുരിങ്ങക്കായ് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ട് വന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നമ്മുടെ കൂട്ടാൻ ലൂസാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് ഈ സമയം കൊണ്ട് നമ്മുടെ ക്യാമറ അല്ല, ഫോണ് കൂട്ടാനിൽ അങ്ങനെ വീഴാൻ പോയതാണ് കേട്ടോ. എൻ്റെ കൈ തട്ടിയിട്ട്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഫോണ് കൂട്ടാൻ്റെ ഉള്ളിൽ കിടന്നതന്നെ വേഗം ഞാൻ അപ്പോഴേക്കും പിടിച്ചു കേട്ടോ. അതുകൊണ്ട് ഫോണിന് കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ അതിലേക്ക് നമ്മൾ എരിവ് കുറവായാലും കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അതവിടെ തിളയ്ക്കാൻ വിട്ടതിന് ശേഷം ഞാൻ നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളം ചേർക്കാണ്ടാണ് ചെയ്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ പരിപ്പും തേങ്ങയൊക്കെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൊത്തവരയ്ക്കും ബീട്രൂട്ടും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ കൊത്തവരയ്ക്കൊന്നും എപ്പോഴും ചേർക്കാറില്ല. ഇന്നിപ്പോൾ കൊത്തവരയ്ക്കല്ല ബീട്രൂട്ട് കമ്മിയായ കാരണമാണ് കേട്ടോ ഇതെല്ലാം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊന്ന് അടച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ തിളച്ച് വന്നപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണയും കടുകും കൂടെ ചേർത്ത് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ അധികം പുളിയില്ലാത്ത കൂട്ടാൻ്റെ കൂടെ തൈരൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാത്ത കാരണം നല്ല ഉലർന്ന് തന്നെ നമ്മുടെ ഉപ്പേരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പരിപ്പും തേങ്ങയും കൂടി ചേർത്തപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 2 കറികളും റെഡി ആയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ അക്ഷയ പോയിട്ട് 2 കറിവേപ്പില പൊട്ടിച്ചിട്ട് വന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഉപ്പേരി റെഡിയായപ്പോൾ അതിലൊന്നും ചേർക്കാൻ നിന്നില്ല കേട്ടോ. ചാറ് കൂട്ടാനിൽ മാത്രം 2 കറിവേപ്പില ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായപ്പോൾ ഞാനിനിയിപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറച്ച് ഒരു കുഞ്ഞു പാത്രത്തിലാക്കേണ്ട കറിയല്ലേ ഉള്ളൂ. അപ്പോൾ അത് കൈയോടെ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ കഴുകി വയ്ക്കാമല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചാറുകറിയും അതുപോലെ നമ്മുടെ കൂട്ടാനും ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കഴുകേണ്ട പാത്രങ്ങളെല്ലാം തന്നെ പുറത്തുകൊണ്ട് വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ 8:15 നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഒരു 9:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ എല്ലാ പണിയും റെഡിയായി കേട്ടോ. കൂട്ടാൻ വെപ്പും അതുപോലെ ചോറ് ഇറക്കി വെക്കലും. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ണുന്ന സമയത്ത് ചോറ് വാർത്താൽ മതി കേട്ടോ. എന്താ പറയുക, ഏട്ടൻ ചോറ് കൊണ്ടുപോകുന്നില്ല, നേരത്തെ പോവും. അത് കാരണം പിന്നെ ചോറ് വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഇറക്കി വെച്ചു. ചോറ് കൊണ്ടുപോവുകയാണെങ്കിൽ ഇരുന്നോട്ടെ പറഞ്ഞിട്ട് വെച്ചാണ്, പക്ഷേ കൊണ്ടുപോകുന്നില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഇത് നമ്മൾ കഴിക്കുമ്പോൾ മാത്രം എടുത്ത് വാർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പണികളൊക്കെ നേരത്തെയാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എല്ലാപ്പോഴത്തേക്കാട്ടിലും നേരത്തെ തന്നെ നമ്മുടെ കുക്കിങ്ങും അതുപോലെ ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മുടെ ഏകദേശം പണിയൊക്കെ ആയി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ പോയി കൈയും കാലും മുഖമൊക്കെ കഴുകി വന്നതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക, ഇന്ന് 1-ാം തീയതിയാണ്. അത് കാരണം നമ്മൾ പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ അപ്പോൾ ഏട്ടൻ അത് പോയി വാങ്ങിയിട്ട്
വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു തരാൻ എനിക്ക് മറന്നു കേട്ടോ. കൊണ്ടുവന്ന സമയത്ത് തന്നെ കുട്ടികളൊക്കെ തിരിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പണി ഒരുങ്ങിയതിന് ശേഷം സമാധാനത്തിൽ കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ പായസം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പാൽപ്പായസമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, നമ്മുടെ അശ്വിന് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.